ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം എടുത്തിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് ഒരു ഗോൾഡ് ഷോപ്പിംഗ് ഡേ ആണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പം നമ്മൾ ഒരുപാടൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടായ ഓൾഡ് ഗോൾഡൊക്കെ കൊടുത്തിട്ട് സേറക്കുട്ടിക്ക് മെയിനായിട്ടും ചെയിനും അതുപോലെ തന്നെ ബാങ്കിളൊക്കെ എടുക്കാനാണ് ഇപ്രാവശ്യം നമ്മൾ പോയത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ എൻ്റെ വെഡ്ഡിങ് തൊട്ടേ നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് മലബാർ ഗോൾഡിൽ നിന്നാണ്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ പോയ പാടനെ സേറയ്ക്ക് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട്, അവളെ ഒന്ന് പിടിച്ചിരുത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് സേറയ്ക്കുള്ള ചെയിനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ പറഞ്ഞ് ഇപ്പം ചായ വരും ജ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനൊക്കെ നോക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നിട്ട് സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. അവൾക്ക് വാങ്ങിച്ചു, മാല വള ഇതൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും അവളതിൻ്റെ കണ്ണി പൊട്ടിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ചും കൂടെ കട്ടിയിൽ നോക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയിന് വെച്ച് നോക്കുകയാണ്. ലെങ്ത്തൊക്കെ ഒരുപാട് ലെങ്ത് ആയാലും അവൾ എന്തായാലും അത് ഊരിയെടുക്കും. അപ്പോൾ ഓരോ ചെയിന് നമുക്ക് ഇഷ്ടമായതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ചെയിൻ ഒന്ന് ഇട്ട് നോക്കാനേ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ മുട്ടായൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങനെ പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെയിന് എനിക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും സെബേട്ടനും അമ്മയും കൂട്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു ചെയിന് ഫിക്സാക്കി. 2-3 നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ അതിൽ എനിക്കിതാണ് കേട്ടോ ഇഷ്ടമായത്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ചെയിന് ഫിക്സാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വള നോക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അവർ നമുക്ക് കോഫി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡ് ഷോപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഫിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു കോഫിയൊക്കെ. അപ്പോൾ കുറച്ച് സമയം കോഫിയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും അവർ ബാങ്കിളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ബാങ്കിൾ സെക്ഷൻ അത്ര വലിയ കളക്ഷനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എപ്പോഴും കാണുന്ന കുറേ മോഡൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവർ ഉള്ളതിൽ കുറേയൊക്കെ കാണിച്ചു തന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഇങ്ങനെയല്ലായിരുന്നു. എനിക്കെപ്പോഴും സേറയ്ക്ക് വാങ്ങുമ്പം ഈ പൈപ്പ് മോഡൽ വളയില്ലേ, അതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ മോഡലാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കുറേ തിരഞ്ഞിട്ടാണ് അവസാനം ഞങ്ങൾ 2 വള എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈം കൊണ്ട് സേറ ഭയങ്കര കളിയാണ്. നമ്മൾ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. ഫ്ലോർ മൊത്തം സേറ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു മോഡൽ വളയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒന്നും എടുത്തില്ല കേട്ടോ. എൻ്റെ മൈൻഡിൽ ആ ഒരു പൈപ്പ് ടൈപ്പ് വള ആയതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് നോക്കി നിന്നത്. എന്തായാലും ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട വള കിട്ടി കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതല്ല കേട്ടോ ഞാൻ എടുത്ത വള ഇതിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ആ ഒരു വള കാണിക്കുന്നുണ്ട്. ഈ 2 വളയാണ് നമ്മൾ സേറയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൾ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു സേറയ്ക്ക് കൊലുസ് വാങ്ങാമെന്ന്. അവളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പഴയത് ചെറുതായി. അപ്പോൾ കൊലുസാണ് നോക്കുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ സൈസില്ല. ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ അത് കാരണം നമ്മൾ അതെടുത്തില്ല. പിന്നെ കൂട്ടത്തിൽ വെച്ച് നോക്കിയിട്ട് ആൾക്ക് കറക്റ്റായിട്ടുള്ളൊരു സൈസ് കിട്ടിയൊരു സാധനം നമ്മളെടുത്തു. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. ഇവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ചെയിൻ എടുക്കാനാണ് കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ചെറിയൊരു ഡെയിലി യൂസിന് പറ്റിയൊരു ചെയിൻ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവരത് എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ ചുമ്മാ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അല്ലെങ്കിലും നമ്മൾ ലേഡീസിന് ഗോൾഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വാങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ കാണാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ കുറേ നോക്കി. പിന്നെ അവർ ചെയിൻ കൊണ്ടുവന്നപ്പം ഞാൻ വെച്ച് നോക്കുകയാണ്. പക്ഷേ ഇതല്ല കേട്ടോ ഞാൻ എടുത്തത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ ഒരു ബോൾ വന്നത് അത്ര ഇഷ്ടമായില്ല. കാരണം ഞാൻ പെൻഡൻറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ താലിയുടെ ലോക്കറ്റ് ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതെടുത്തില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും താഴെ പോയി. അപ്പോൾ താഴെയാണ് ബാക്കി കളക്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞു. നോർമൽ ചെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെൻഡൻസ് ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫൈനലി എനിക്ക് ചെയിൻ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും കാണുന്ന കുറച്ച് പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനൊരു ചെയിൻ അങ്ങനെ ഫൈനലി സെലക്ട് ചെയ്തു. നോർമൽ സേറയ്ക്ക് എടുത്തതിൻ്റെ തന്നെ കുറച്ചും കൂടെ വേറൊരു ഏകദേശം ആ ഒരു പാറ്റേണിലുള്ള ഒരു ചെയിനാണ് ഞാനും എടുത്തത്.
പിന്നെ ഇത് എൻ്റെ വെഡ്ഡിങ്ങിന് ഇവിടെ തന്നെ വാങ്ങിച്ച ഗോൾഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു ആ ഒരു ഗ്രീൻ കളർ സ്റ്റോണ് ഇളകിപ്പോയി. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെയിനായിരുന്നു. കല്യാണത്തിന് എടുത്തതിൽ വെച്ചിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഫിക്സ് ആക്കിയ ഒരു ചെയിനായിരുന്നു ഈ ഒരു ഇതെന്ന് പറയാം, ഈ ഒരു ചെയിന്. അപ്പം അങ്ങനെ സേറക്ക് പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പം അവൾ അവിടെ കളിയിലായിട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവൾ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു, ഫുൾ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ നമുക്ക് കൊടുക്കാനുള്ള ഓൾഡ് ഗോൾഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയായിരുന്നു. ഇതൊക്കെ സേറയുടെ പഴയതാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിപ്പം പുതിയ വള മാലയൊക്കെ എടുത്തത്. അപ്പോൾ ഇത് അവിടുത്തെ ചേച്ചി വേറൊരു ബലൂണ് ഓൾറെഡി ഉണ്ടായിരുന്നത് അവൾ പൊട്ടിച്ചിട്ട് പിന്നെ ഇതാ വീണ്ടും ബലൂണൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് ഇവർ പറയുന്നത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവളെ മുകളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് സമയം എന്താ പറയുക ഒന്ന് കളിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷേ പിന്നെ ഒരിക്കലും അവൾ തിരിച്ചു വരില്ല, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും അപ്പോൾ ഇതെന്തായാലും നല്ലതാണ് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. അപ്പോൾ സേറ വന്നതിന് ശേഷം വീണ്ടും കുറേ കുട്ടികളൊക്കെ വന്നിട്ട് ഫുൾ കളിയായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ഗോൾഡൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് എന്താ പറയുക പോളിഷ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഗോൾഡൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ആ ടൈം കൊണ്ടാണ് നമ്മൾ സേറേനെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ കുറേ നേരത്തെ കളിക്ക് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ കുറേ എന്താ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സേറേനെ ഇപ്പോൾ താഴെ കൊണ്ടുവരുന്നത്. അങ്ങനെ എന്താ നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു. അവർ ഒക്കെ റെഡിയാക്കി കൊണ്ടുവരുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കളക്ഷൻസും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബാംഗിൾസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാംഗിൾ സെക്ഷൻസ്. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാംഗിളിൽ ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത സെയിം പാറ്റേൺ 1-2 ടൈപ്പ് വളയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സേറ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ഇങ്ങനെ എന്താണ് നോക്കിയിരിക്കാനൊന്നും ടൈമില്ല കേട്ടോ. ആസ്വദിച്ച് നോക്കാനൊന്നും പറ്റില്ല. എപ്പോഴാണ് അവളുടെ മൂഡ് മാറുന്നതെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് ആ കളക്ഷൻസൊക്കെ നോക്കി അങ്ങനെ പോയി. ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. കാരണം സേറേൻ്റെ മൂഡ് ഓൾറെഡി മാറി, കുറച്ച് ഭാഗം കരഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. ആ സമയം കൊണ്ട് തന്നെ സേറ എന്താണ് കളിച്ചു തുടങ്ങി. പിന്നെ കുറച്ച് സമയമാകുമ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നു. അങ്ങനെ നമ്മളിതാ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ബിരിയാണി എത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധാ ചോറൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇപ്രാവശ്യം പോയിട്ട് ബിരിയാണിയും അങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിച്ചത്. കാരണം നമുക്ക് കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ബിരിയാണിയൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ സേറയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അവസാനം അത് ഞങ്ങൾ തന്നെ കുടിക്കേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ UK തിരിച്ച് വന്നതിന് ശേഷമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് തന്നെ ഓരോന്ന് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്താണ് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ പെൻഡിങ്ങിലിട്ടു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ വെഡ്ഡിങ് വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. എന്താ വേണ്ടേ?